ക്രിസ്ത്യാനോ റൊണാൾഡോ ടു ആർസണൽ FC. ഈ ഒരു റൂമറാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു റൂമറിലേക്ക് അടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അൽ നാസറിന്റെ തുടക്കത്തെ ഫ്രണ്ട്ലി മാച്ചിലൊന്നും റൊണാൾഡോയുടെ സാന്നിധ്യം കളത്തിലില്ലായിരുന്നു, അല്ലെങ്കിൽ ടീമിലില്ലായിരുന്നു. സോ റൊണാൾഡോ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം റൊണാൾഡോ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് വന്നത് ഒരുപാട് ഫ്രണ്ട്ലി മാച്ചിന് ശേഷമാണ്. അവസാനത്തെ ഫ്രണ്ട്ലി മാച്ചിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു റൂമർ വരാനുള്ള കാരണം റൊണാൾഡോ അൽ നസറിന്റെ തുടക്ക മാച്ചിൽ ഫ്രണ്ട്ലി മാച്ചിലൊന്നും ടീമിന്റെ ഒപ്പം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റൂമർ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ റൂമറിന്റെ താഴെ അൽ നസറിന്റെ ഒഫീഷ്യൽ പേജ് റിപ്ലൈ ചെയ്തിരുന്നു, ഇറ്റ് ഈസ് എ ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇത് സ്പ്രെഡ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇനി പ്രീമിയർ ലീഗിലേക്ക് അല്ലെങ്കിൽ ആർസണൽ FC പോകാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ള ക്ലബിലേക്ക് ഇനി ഒരിക്കലും പോകാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വീണ്ടും ചിലപ്പോൾ റിയൽ മാഡ്രിഡിലേക്ക് തന്നെ പോയി അവിടെ കരിയർ അവസാനിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ക്ലബ്ബായ സ്പോർട്ടിങ്ങിലേക്ക് പോയി അവിടെ കരിയർ അവസാനിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. പക്ഷേ ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല. ഇനിയും 1.5 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സീസണും അടുത്ത സീസണും അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ അടുത്ത ടീമിലേക്കുള്ള ഘട്ടങ്ങൾ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും 2 സീസണുകൾ, ഈ ഒരു സീസൺ കൂട്ടി 2 സീസണും അദ്ദേഹം അൽ നാസറിൽ തന്നെ തുടങ്ങാനാണ് അല്ലെങ്കിൽ തുടരാനാണ് സാധ്യത കൂടുതൽ കാണിക്കുന്നത്. എനിവേ റൊണാൾഡോ മികച്ച ഫോമിലാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും അൽത്താവിനുമായിട്ടുള്ള മത്സരത്തിൽ ഇന്നലെ നേടിയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ്മാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ്മാൻ. അതുപോലെ തന്നെ റൊണാൾഡോ വീണ്ടും റിയൽ മാഡ്രിഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റൊണാൾഡോ വീണ്ടും റിയലിലേക്ക് തന്നെ വന്ന് അവിടെ കരിയർ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും മികച്ച ഒരു നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ്മാൻ.